ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് LP-UP സിലബസിലെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറഞ്ഞ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ടോപ്പിക് തന്നിട്ടുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിലായി നടന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ചേർത്തൊരു കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് നമുക്കതിൽ തന്നിരിക്കുന്നത്. എന്നാൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അഞ്ചുതെങ്ങ് കലാപം മുതൽ പാലിയം സത്യാഗ്രഹം വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സിലബസിൽ ഇത്രയും കാര്യങ്ങളെ തന്നിട്ടുള്ളൂ എങ്കിൽ പോലും അഞ്ചുതെങ്ങ് കലാപം മുതൽ പാലിയം സത്യാഗ്രഹം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെന്ന് ക്ലിയർ ആണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കി ഒരു 4-5 ക്ലാസ് കൊണ്ട് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്ന ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപത്തെ കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുമ്പോൾ ഒരുവിധം പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം എന്താണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ വർഷം 1697. അപ്പോൾ ഈ അഞ്ചുതെങ്ങ് കോട്ടയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ആരാണ്? ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ വേണ്ടി അനുമതി നൽകിയ ഭരണാധികാരിയാണ് ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണി. ഓക്കെ, ഈ ഉമയമ്മ റാണിയിൽ നിന്ന് ജോർജ് ബ്രാബോൺ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് കോട്ട പണിയാൻ വേണ്ടിയിട്ട് അനുമതി തേടിയത്. ഓക്കെ, ജോർജ് ബ്രാബോൺ ആണ് അനുമതി തേടിയ വ്യക്തി. അനുമതി കൊടുത്തത് ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയുമാണ്. ഈ അഞ്ചുതെങ്ങ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കാണ്. ഈ താലൂക്ക് LGS ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരവും താലൂക്ക് ചിറയൻകീഴ് താലൂക്കുമാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ്. അതുപോലെ തന്നെ പശ്ചിമ തീരത്തെ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഈ അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന പ്രധാന പണ്ടകശാല എന്നൊക്കെ ചോദിച്ചാൽ അഞ്ചുതെങ്ങാണ്. നമ്മൾ പറഞ്ഞു 1695 കോട്ടയുടെ പണി പൂർത്തിയായത്. 1690 അനുമതി വാങ്ങി 5 വർഷം കൊണ്ട് കോട്ടയുടെ പണി കംപ്ലീറ്റ് ആയി 1695. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു? ഈ കോട്ടയുടെ ഉള്ളിൽ ആയുധം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പണ്ടകശാലയായിട്ടാണ് തുടങ്ങിയത്. പണ്ടകശാല എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അഗ്രികൾച്ചർ ക്രോപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നിടം വരെ സൂക്ഷിക്കാനുള്ള ഒരിടം എന്ന രീതിയിലാണ് ഈ ഒരു കോട്ട പണിതത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ ആയുധം സൂക്ഷിക്കാൻ വേണ്ടി ഒരു ഡിപ്പോ തുടങ്ങി. അപ്പൊ ഇതിൽ കുപിതരായിട്ടുള്ള ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ഈ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കലാപം നടന്ന വർഷം 1697. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ അഞ്ചുതെങ്ങ് കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന പണ്ടകശാലകൾ എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്താണ് ആദ്യ ശാല. ഓക്കെ, ആദ്യത്തെ പണ്ടകശാല വിഴിഞ്ഞത്താണ്. കൂടാതെ തന്നെ തലശ്ശേരിയിലും മറ്റൊരു പണ്ടകശാല ഉണ്ടായിരുന്നു. അപ്പൊ 3 പണ്ടകശാലകളാണ്. ഏതൊക്കെയാണ്? അഞ്ചുതെങ്ങ്, വിഴിഞ്ഞം, തലശ്ശേരി. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695 കോട്ടയുടെ പണി പൂർത്തിയായിട്ടുള്ളത്. ക്ലിയർ. ഇനി ഈ ഒരു കലാപം നടന്നത് 97. കലാപത്തിന് കാരണമായിട്ടുള്ള ഈ ഒരു അഞ്ചുതെങ്ങ് കോട്ട പണിയാനുള്ള അനുമതി തേടിയത് 1690. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ടയിൽ ആയുധം സൂക്ഷിക്കാൻ ഡിപ്പോ പണിതതിൽ രോഷം കൊണ്ടാണ് നമ്മുടെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഇത് കൂടാതെ തന്നെ ഇതിന്റെ പ്രധാന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട സെന്റ് ജോർജ് കോട്ടയാണ്. കേരളത്തിലെ ആദ്യത്തെ കോട്ട ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കോട്ടയാണ്. ചിറയൻകീഴ് താലൂക്കിലുള്ള അഞ്ചുതെങ്ങ് കോട്ട. പക്ഷെ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കോട്ട ചോദിച്ചാൽ സെന്റ് ജോർജ് കോട്ടയാണ്. സെന്റ് ജോർജ് കോട്ട മദ്രാസിലാണ്. അതുപോലെ വ്യാപാരശാല ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വ്യാപാരശാല അല്ലെങ്കിൽ പണ്ടകശാല ചോദിച്ചാൽ വിഴിഞ്ഞവും, ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാരശാല ചോദിച്ചാൽ സൂറത്തും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. ഒന്നുകൂടി നോക്കാം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് 1690 ഉമയമ്മ റാണിയിൽ നിന്ന് എന്ത് ചെയ്തു? അനുമതി നേടി. ഓക്കെ, ആരാണ് അനുമതി നേടിയത്?
ജോർജ് ബ്രാബോൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ജോർജ് ബ്രാബോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് അനുമതി നേടിയത്. ഇനി കോട്ടയുടെ പണി പൂർത്തിയായ വർഷം 1695 വർക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്തിന്റെ വർക്ക്? ഈ ഒരു അഞ്ചുതെങ്ങ് കോട്ടയുടെ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ ഈ കലാപം നടന്നത് 1697 എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാവുന്നത് എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് എന്ത്? അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാവുന്നത്. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിറയൻകീഴ് താലൂക്ക്. ചിറയൻകീഴ് താലൂക്ക് എവിടെയാണ്? ചിറയൻകീഴ് താലൂക്ക് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലാണ് ചിറയൻകീഴ് താലൂക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഞ്ചുതെങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അടുത്തത് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ആറ്റിങ്ങൽ കലാപം എന്ന് പറയുമ്പോൾ 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണെങ്കിൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഈ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരിയായിരുന്നത് ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് നാട്ടിലെ ഭരണാധികാരിയായിരുന്നത് ആദിത്യവർമ്മ. ഓക്കെ, ആദിത്യവർമ്മയായിരുന്നു കേരളത്തിലെ ഭരണാധികാരിയായിരുന്നത്. ഇനി ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം നമ്മൾ പറഞ്ഞു 1721. ഡേറ്റ് കൂടി പഠിക്കണം, ഏപ്രിൽ 15. ഏപ്രിൽ 15. ഓക്കെ, ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. ഇനി ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. ഗീഫോർഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ടത്. ഇദ്ദേഹത്തെ കൂടാതെ 140ഓളം പോലീസുകാരും ഈ ഒരു കലാപത്തിൽ മരണപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതിൽ 150 എന്നുള്ളതാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. 150ഓളം ബ്രിട്ടീഷുകാരെന്നാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. അപ്പോൾ 140 അല്ലെങ്കിൽ 150 ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് തീർച്ചയായും ഓർത്ത് വയ്ക്കുക, ഗീഫോർഡ് ആണ്. ഗീഫോർഡ്. ക്ലിയർ ആയല്ലോ. ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി. ഓക്കെ, വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയുടെ വർഷം 1723. 1723. ആരൊക്കെ തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മയും വേഴ്സസ് അലക്സാണ്ടർ ഓമും ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? ഈ വേണാട് ഉടമ്പടി സൈൻ ചെയ്തത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി എന്നൊരു ഇമ്പോർട്ടൻസ് കൂടി ഈ വേണാട് ഉടമ്പടിക്കുണ്ട്. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ, അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ച വ്യക്തി അലക്സാണ്ടർ ഓം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒരു പുസ്തകത്തിന്റെ പേരാണ്. പുസ്തകത്തിന്റെ പേര് കേരളം എന്നാണ്. കേരളം. എന്താണ് ഈ ഒരു പുസ്തകത്തിന്റെ ഇമ്പോർട്ടൻസ്? കേരളം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് കൃഷ്ണ ചൈതന്യ. ഓക്കെ, ഈ കൃഷ്ണ ചൈതന്യയുടെ കേരളം എന്ന് പറയുന്ന പുസ്തകത്തില് അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചും അതുപോലെ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? കൃഷ്ണ ചൈതന്യയുടെ കേരളം എന്ന കൃതിയിൽ അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചും ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ക്ലിയർ ആയി. ഇനി ആറ്റിങ്ങൽ കലാപം നടന്നപ്പോൾ നമ്മൾ പറഞ്ഞു 140 to 150 വരെ ആളുകൾ മരണപ്പെട്ടു എന്ന്. അപ്പൊ ഇവരുടെ ശവശരീരം വലിച്ചെറിഞ്ഞ പുഴയാണ് വാമനപുരം പുഴ, അല്ലെങ്കിൽ കൊല്ലം പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന വാമനപുരം പുഴ. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് അവിടെ മരണപ്പെട്ടവരുടെ ശവശരീരം വലിച്ചെറിഞ്ഞ പുഴയാണ് വാമനപുരം പുഴ. ഓക്കെ,
പിന്നെ ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കൂടി മറ്റു പല പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയ പേരാണ് കുടമൻ പിള്ള കേട്ടോ. ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കുടമൻ പിള്ള. കുടമൻ പിള്ള എന്ന പേരൊന്ന് ഓർത്തു വെച്ചേക്കണം. കൃഷ്ണ ചൈതന്യയുടെ കേരളം എന്ന് പറയുന്ന കൃതിയിൽ അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചും ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചും വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇത് കൂടാതെ മറ്റൊരു കൃതിയാണ് ആത്മാക്കളുടെ ഭവനം. ഇതൊരു റയർ പോയിന്റ് ആണ്, ഒരു മാഗസിൻ വായിച്ചതിൽ നിന്ന് കിട്ടിയതാണ്. ആർ നന്ദകുമാറിന്റെ ആത്മാക്കളുടെ ഭവനം. ഇത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ആർ നന്ദകുമാർ എഴുതിയിട്ടുള്ള നോവലാണ്. ഓക്കെ, ആറ്റിങ്ങൽ കലാപം പശ്ചാത്തലമാക്കി ആർ നന്ദകുമാർ എഴുതിയ നോവലാണ് ആത്മാക്കളുടെ ഭവനം. ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. പിന്നെ ഒരു സംശയം വരാൻ സാധ്യതയുള്ളത് അഞ്ചുതെങ്ങ് കലാപ സമയത്തെ രാജാവ് രവിവർമ്മയായിരുന്നു. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപം നടക്കുമ്പോഴുണ്ടായിരുന്ന രാജാവ് രവിവർമ്മയാണ്. എന്നാൽ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ അനുമതി കൊടുത്ത ആറ്റിങ്ങൽ റാണി ഉമയമ്മ റാണിയാണ്. അത് 1690 അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695, പണി പൂർത്തിയായ വർഷം. ഓക്കെ, പിന്നീട് 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. ഈ അഞ്ചുതെങ്ങ് കലാപം നടക്കുന്ന സമയത്ത് രാജാവായിരുന്നത് രവിവർമ്മയായിരുന്നു. ക്ലിയർ ആയല്ലോ. പിന്നെ അതുപോലെ ആദിത്യവർമ്മയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ്? ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തെ രാജാവ് ആദിത്യവർമ്മയായിരുന്നു. അതായത് രവിവർമ്മയുടെ കാലഘട്ടം 1684 to 1718. ഇനി ആദിത്യവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1718 മുതൽ 1721 വരെ. രവിവർമ്മയുടെയും ആദിത്യവർമ്മയുടെയും ഒരു ഭരണകാലഘട്ടമാണ് തന്നിരിക്കുന്നത്. 1684 മുതൽ 1718 വരെയാണ് രവിവർമ്മയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 1718 മുതൽ 1721 വരെ ആദിത്യവർമ്മയായിരുന്നു. അതായത് ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് ആദിത്യവർമ്മയായിരുന്നു രാജാവായിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയല്ലോ? സംശയം മാറിയല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആറ്റിങ്ങൽ കലാപവും അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട 2 ടോപ്പിക്കുകളാണ് പഴശ്ശി വിപ്ലവവും അതുപോലെ കുറിച്യ ലഹളയും. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചാന്നാർ ലഹളയെ കുറിച്ചാണ്. ചാന്നാർ ലഹള. അപ്പൊ ചാന്നാർ ലഹള എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ്. ചാന്നാർ ലഹള. അപ്പൊ നമ്മൾ ചാന്നാർ ലഹളയുടെ വർഷം നമ്മുടെ റാങ്ക് ഫയലൊക്കെ എടുത്ത് നോക്കിയാൽ 1859 എന്ന് കാണാം. എന്നാൽ 1822 മുതലേ ചാന്നാർ ലഹള നടക്കുന്നുണ്ട്. ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822 ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം 1822. ഈ ഒന്നാം ചാന്നാർ ലഹളയ്ക്ക് ലീഡർഷിപ്പ് കൊടുത്ത അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികൾ ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയിട്ടുള്ള സാമൂഹിക അല്ലെങ്കിൽ നവോത്ഥാന നേതാവാണ് കേട്ടോ. നവോത്ഥാന നേതാവ്, നമ്മുടെ ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ നവോത്ഥാന നേതാവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. 1859 ചാന്നാർ ലഹള പഠിക്കുമ്പോൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട് വൈകുണ്ഠ സ്വാമികൾ ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയെന്ന്. പക്ഷെ അദ്ദേഹം മരണപ്പെട്ട വർഷം 1851. 1851 മരണപ്പെട്ട വൈകുണ്ഠ സ്വാമികൾ എങ്ങനെയാണ് 1859 ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്? അപ്പൊ ഇതാണ് കാര്യം. ഒന്നാം ചാന്നാർ ലഹള നടക്കുന്നത് 1822. ഈ ചാന്നാർ ലഹളയ്ക്ക് വൈകുണ്ഠ സ്വാമികളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ എന്ന്. ക്ലിയർ ആയല്ലോ? അപ്പൊ 1822 എന്ന് പറയുമ്പോൾ അത് ഏത് നൂറ്റാണ്ടാണ്? 19ാം നൂറ്റാണ്ടാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തില് നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ മാറുമറയ്ക്കുന്നത് സംബന്ധിച്ച് ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിൽ അവരുടെ ഇടയിൽ നടന്ന ഒരു സംഘർഷമാണ് എന്ത്? ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ചാന്നാർ സ്ത്രീകൾക്കും സവർണ ഹിന്ദുക്കളെ പോലെ മാറുമറയ്ക്കത്തക്ക രീതിയിൽ വസ്ത്രധാരണം ചെയ്യാനുള്ള അവകാശം ലഭിക്കാൻ വേണ്ടിയിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായം അല്ലെങ്കിൽ നാടാർ സമുദായം എന്നൊക്കെ നമുക്ക് കാണാം. ഈ സമുദായക്കാർ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുള്ള നാടാർ സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാൻ വേണ്ടി അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കേണൽ മൺറോ ദിവാനായിരുന്ന സമയത്ത്
അങ്ങനെ ഒരു ഉത്തരവ് കൊണ്ടുവന്നു. മനസ്സിലായോ? ക്രിസ്തുമതം സ്വീകരിച്ച നാടാ സ്ത്രീകൾക്ക് ഈ മേൽ ജാതിയിലുള്ള സ്ത്രീകൾ ധരിക്കുന്ന പോലെ തന്നെ കുപ്പായം ധരിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് കേണൽ മൺറോ ഒരു ഉത്തരവ് കൊണ്ടുവന്നു. അപ്പൊ നാടാ സ്ത്രീകൾ ഇതുകൊണ്ട് അവർക്ക് തൃപ്തിപ്പെട്ടില്ല. അതായത് അവർക്ക് മതപരിവർത്തനമാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത്, കേണൽ മൺറോ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ചാന്നാർ സ്ത്രീകൾ അല്ലെങ്കിൽ നാടാ സ്ത്രീകൾക്ക് ഇതുകൊണ്ട് തൃപ്തിപ്പെടാനായിട്ടില്ല. അപ്പൊ അവര് നമ്പൂതിരി സ്ത്രീകളെ പോലെ ഉത്തരീയോ ഒക്കെ അണിഞ്ഞ് പൊതുരംഗത്തേക്ക് വരണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. പിന്നീട് വരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മാറുമറയ്ക്കൽ സമരത്തിനുള്ള മറ്റു പേരുകളാണ്. മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള എന്നീ പേരുകളിലൊക്കെ നമുക്ക് പല രേഖകളിലും കാണാനായിട്ട് സാധിക്കും. ഇനി സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ മനുഷ്യാവകാശ സമരങ്ങളിൽ ഒന്നായിട്ട് ചാന്നാർ ലഹളയെ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ മനുഷ്യാവകാശ സമരങ്ങളിൽ ഒന്ന്. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ പോയിന്റ് പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ കേണൽ മൺറോ ദിവാൻ ആയിരിക്കുന്ന കാലത്താണ് ഇങ്ങനെ ഒരു ലഹള നടക്കുന്നത്. തെക്കൻ തിരുവിതാംകൂറിലാണ് നടന്നത്. പിന്നെ അതുപോലെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇങ്ങനെ ലഹള നടന്നപ്പോൾ ചാന്നാ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ വിളംബരത്തിലൂടെ അവകാശം നൽകി. ആ അവകാശം നൽകിയത് 1822 തുടങ്ങിയ ഈ ഒരു ലഹളയ്ക്ക് മേൽമുണ്ട് ധരിക്കാൻ വേണ്ടി ഉത്രം തിരുനാളാണ് അവകാശം നൽകിയത്. ഈ ഉത്രം തിരുനാൾ അവകാശം നൽകിയ വർഷമാണ് 1859 ജൂലൈ 26. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസമാണ് 1859 ജൂലൈ 26. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇങ്ങനെ ഒരു അനുവാദം നൽകിയത്. അപ്പോ മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത്. മനസ്സിലായോ? മദ്രാസ് ഗവർണർ ആയിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയത്. അപ്പോ പിന്നെ ഒരു നികുതിയെ കുറിച്ച് പറയാനുണ്ട്. അത് പറയാനായിട്ട് വിട്ടുപോയ പോയിന്റാണ്. മുലക്കരം എന്നൊരു നികുതി ഉണ്ടായിരുന്നു. 1803 തിരുവിതാംകൂറിലെ മുലക്കരം എന്ന നികുതിക്കെതിരെ പ്രതിഷേധിച്ച് രക്തസാക്ഷിയായ വനിതയാണ് നങ്ങേലിയാണ് മുലക്കരം എന്ന നികുതിയിൽ പ്രതിഷേധിച്ച് രക്തസാക്ഷിയായിട്ടുള്ള വനിത. ഈ മുലക്കരം എന്ന് പറയുന്ന നികുതി കൊണ്ടുവന്നത് തോമസ് വാർഡനാണ്. തോമസ് വാർഡനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർക്കാലോ, കുറിച്യർ കലാപത്തില് നികുതി പണമായി തന്നെ നൽകണം എന്ന് വാശി പിടിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ആര്? തോമസ് വാർഡൻ. അപ്പൊ കർക്കശക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം, നമുക്ക് മനസ്സിലാക്കാം അല്ലെ. നങ്ങേലിയാണ് മുലക്കരം എന്ന് പറയുന്ന നികുതിയിൽ പ്രതിഷേധിച്ച് രക്തസാക്ഷിയായ വനിത. അതുപോലെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാന്നാ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ വിളംബരത്തിലൂടെ അവകാശം നൽകിയത്. അങ്ങനെ ആ ഒരു അവകാശം നൽകാൻ കാരണക്കാരനായിട്ടുള്ള ഒരു മദ്രാസ് ഗവർണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ലോർഡ് ഹാരിസ്. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ചാന്നാർ ലഹള തന്നെയാണ്. ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822 അപ്പോൾ ഈ ഒന്നാം ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. വേറെ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പഠിക്കാം. മലയാളി മെമ്മോറിയൽ അല്ലെങ്കിൽ ട്രാവൻകൂർ മെമ്മോറിയൽ. എന്താണ് മലയാളി മെമ്മോറിയൽ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ്. തിരുവിതാംകൂറിലുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടന്നത്. ഉദ്യോഗ നിയമനങ്ങളിൽ തിരുവിതാംകൂറിലെ നാട്ടുകാർക്ക് ജാതിമത പരിഗണനകളൊന്നുമില്ലാതെ എന്ത് ചെയ്യുക? തിരുവിതാംകൂറുകാർക്ക് മുൻഗണന നൽകുക എന്നുള്ളതായിരുന്നു മലയാളി മെമ്മോറിയലിലെ മുഖ്യ ആവശ്യം. അതായത് നിയമനങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യത്തോട് കൂടിയിട്ട് ആ നാട്ടുകാർക്ക് കൂടുതൽ പരിഗണന നൽകണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മലയാളി മെമ്മോറിയൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, GP പിള്ളയുടെ നേതൃത്വത്തിലാണ്. GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം 1891 ജനുവരി മാസം 1-ാം തീയതി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. ഇതാണ് മലയാളി മെമ്മോറിയൽ. മനസ്സിലായോ? തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണരായിരുന്നു ആധിപത്യം ഭരിച്ചിരുന്നത് അല്ലെ. ആധിപത്യം ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? കൂടുതൽ
ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് വിദേശ ബ്രാഹ്മണർക്കായിരുന്നു. അപ്പൊ ഇതിനെതിരെ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,028ഓളം പേർ ഒപ്പിട്ടിട്ടുള്ള ഒരു നിവേദനം 1891 ജനുവരി മാസം 1-ാം തീയതി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയാണ്. എന്താണ് ഇതിലെ ആവശ്യം? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണം, ആനുപാതിക പ്രാതിനിധ്യം വേണം എന്നുള്ള രീതിയിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഇതില് ഒപ്പിട്ടവരുടെ എണ്ണം നമ്മൾ പറഞ്ഞു 10,028. GP പിള്ളയായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രധാന വേദി എന്താണ്? കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ചിട്ടാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കുന്നത്. അതായത് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നാന്ദി കുറിക്കാൻ കാരണമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മലയാളി മെമ്മോറിയലിനെ നമുക്ക് കാണാം. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്താണ്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂറുകാർക്ക് എന്നതാണ് മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം. ഇതിന്റെ ഉപജ്ഞാതാവ്, ഈ ഒരു മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് GP പിള്ളയാണ്. ഈ പേരിൽ അദ്ദേഹം ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. ലഘുലേഖനങ്ങളൊക്കെ മദ്രാസ് മെയിൽ, മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന 2 പത്രങ്ങളിൽ ഇദ്ദേഹം ഇത്തരത്തിൽ ലഘുലേഖകൾ എഴുതിയിട്ടുണ്ട്. അതുവഴി ബ്രിട്ടീഷ് നയത്തിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ GP പിള്ളയെ കുറിച്ചുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടി പറയാം. GP പിള്ള എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള. ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള എന്നാണ്. മലയാളി മെമ്മോറിയലിന്റെ ബുദ്ധി കേന്ദ്രമാണ് GP പിള്ള. തിരുവിതാംകൂറിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ വന്ധ്യവയോധികൻ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളിയാണ് GP പിള്ള. ബാരിസ്റ്റർ GP പിള്ള ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി. ഗാന്ധിജിക്ക് മാർഗദർശിയായ മലയാളി ആരാണ്? GP പിള്ള. ഒന്നാമത്തെ കോൺഗ്രസ്സുകാരൻ എന്നറിയപ്പെടുന്നത് GP പിള്ള. GP പിള്ളയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കോർഡിനേറ്റ് ചെയ്യാം. ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള എന്നാണ് അറിയപ്പെടുന്നത്. മലയാളി മെമ്മോറിയലിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നതും GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ വന്ധ്യവയോധികനെന്നും ഒന്നാമത്തെ കോൺഗ്രസ്സുകാരനെന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിക്ക് മാർഗദർശിയായ മലയാളി. കൂടാതെ മദ്രാസ് മെയിൽ, മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നീ പത്രങ്ങളിലൂടെ ബാരിസ്റ്റർ GP പിള്ള തിരുവിതാംകൂർ സർക്കാർ നയത്തിനെതിരെ പ്രതികരിച്ചു. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ മലയാളി മെമ്മോറിയലിൽ 2ാമതായി ഒപ്പുവെച്ച വ്യക്തിയാണ് GP പിള്ള. മലയാളി മെമ്മോറിയലിൽ 2ാമതായി ഒപ്പുവെച്ച വ്യക്തി GP പിള്ള. അങ്ങനെയെങ്കിൽ ആദ്യം ഒപ്പുവെച്ചത് ആരാണ്? ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ. 2ാമത് ഒപ്പുവെച്ചത് GP പിള്ള. 3ാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. അപ്പൊ ആലോചിക്കുക, KP, GP, ഡോക്ടർ, ഇവർ 3 പേരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമ്മുടെ 10,028 പേര് ഒപ്പിട്ട മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച 3 പേരാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി 4ാമതായി ഒപ്പുവെച്ച വ്യക്തിയാണ് CV രാമൻപിള്ള. CV രാമൻപിള്ളയെ കുറിച്ചും നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാനായിട്ടുണ്ട്. എന്താണ് CV രാമൻപിള്ളയെ കുറിച്ച് പറയേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ, മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ വ്യക്തി. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? CV രാമൻപിള്ള. CV രാമൻപിള്ള മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കി. ഇദ്ദേഹത്തിന് പ്രശസ്തമായ 2-3 പുസ്തകങ്ങളുണ്ട്. എന്താണ്? മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, പ്രേമാമൃതം, ധർമ്മരാജ, ഈ പറയുന്ന നോവലുകളൊക്കെ ആരുടെയാണ്? CV രാമൻപിള്ളയുടെയാണ്. ചരിത്ര നോവലുകളാണ് അല്ലെ. മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ധർമ്മരാജ, പ്രേമാമൃതം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ നോവലുകളാണ്. നമ്മൾ പറഞ്ഞു മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? CV രാമൻപിള്ളയാണ്. CV രാമൻപിള്ളയെ കുറിച്ച് നമുക്കിനി മിതഭാഷയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുണ്ട്. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് മിതഭാഷി. മിതഭാഷി എന്ന് പറയുന്ന ഈ ഒരു പത്രത്തിൽ ഇദ്ദേഹം എന്താണ്? മലയാളി മെമ്മോറിയലിനെ കുറിച്ച് ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതി. ഏറ്റവും അവസാനം ഈ ലേഖനങ്ങളെല്ലാം ചേർത്ത് ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. വിദേശ മേധാവിത്വം എന്ന പേരിൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് CV രാമൻപിള്ള രചിച്ച പുസ്തകമാണ് വിദേശ മേധാവിത്വം. അതായത് ഈ മിതഭാഷയിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഫോം ചെയ്ത ഒരു പുസ്തകമാണ് വിദേശ മേധാവിത്വം. പിന്നെ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയും പോയിന്റ് CV രാമൻപിള്ളയുമായി ബന്ധപ്പെടുത്തി പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയല്ലോ? ഇനി ഒന്നുകൂടി നമുക്ക് മലയാളി മെമ്മോറിയൽ നോക്കിയിട്ട് വരാം.
പിന്നെ ഒരു പോയിന്റ് കൂടി, മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ എന്ന ചോദ്യമുണ്ട്. അതും ആര് തന്നെയാണ്? CV രാമൻപിള്ള. സാഹിത്യകാരൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ധർമ്മരാജ, പ്രേമാമൃതം ഇങ്ങനെയുള്ള കൃതികളൊക്കെ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇത്രയാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം GP പിള്ളയുടെ നേതൃത്വത്തിൽ 1891 ജനുവരി 1-ാം തീയതി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഓക്കെ, ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് GP പിള്ളയാണ്. പിന്നെ നമ്മൾ മിതഭാഷയെക്കുറിച്ചും വിദേശ മേധാവിത്വത്തെക്കുറിച്ചും പറഞ്ഞു. ആരുമായി ബന്ധപ്പെടുത്തിയാ പറഞ്ഞത്? CV രാമൻപിള്ളയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. ഓക്കെ, പിന്നെ അതുപോലെ മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാന്ന് പറഞ്ഞു. ആരാണ്? CV രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. ഇനി മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയുണ്ട്. എഡ്ലി നോട്ടൻ ആണ്. ഓക്കെ, എഡ്ലി നോട്ടൻ ആണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ അതിന് നിയമസഹായം നൽകിയ വ്യക്തിയാണ് എഡ്ലി നോട്ടൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, പിന്നെ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ദിവാൻ ആരായിരുന്നു? T രാമറാവു ആയിരുന്നു. T രാമറാവു ആയിരുന്നു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ദിവാനായിരുന്നത്. KP ശങ്കരമേനോൻ, GP പിള്ള, ഡോക്ടർ പൽപ്പു കൂടാതെ CV രാമൻപിള്ള, കാവാലം നീലകണ്ഠപിള്ള ഇവരെല്ലാം ഈ മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച നേതാക്കളാണ്. ഇനി എതിർ മെമ്മോറിയലിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എതിർ മെമ്മോറിയൽ അല്ലെങ്കിൽ കൗണ്ടർ മെമ്മോറിയൽ. എതിർ മെമ്മോറിയൽ എന്തായിരുന്നു? എതിർ മെമ്മോറിയൽ എന്നാൽ അല്ലെ കൗണ്ടർ മെമ്മോറിയൽ അല്ലെ നായർ മെമ്മോറിയൽ എന്നൊക്കെ പറയും. അത് 1898 ജൂൺ മാസം 3-ാം തീയതി ശ്രീമൂലം തിരുനാളിന് തന്നെ സമർപ്പിച്ച ഒരു മെമ്മോറിയലാണ്. അതായത് മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തമിഴ് ബ്രാഹ്മണരും ഹിന്ദു മലയാളികളും ക്രൈസ്തവ മലയാളികളും അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള ആളുകളൊക്കെ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. ഓക്കെ, മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ട് തമിഴ് ബ്രാഹ്മണരും ഹിന്ദു മലയാളികളും ക്രൈസ്തവ മലയാളികളും അങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. അത് സമർപ്പിച്ചത് 1891 ജൂൺ 3-ാം തീയതി ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത്. നായർ മെമ്മോറിയൽ എന്നും കൗണ്ടർ മെമ്മോറിയൽ എന്നും അറിയപ്പെടുന്നത് എതിർ മെമ്മോറിയൽ തന്നെയാണ്. ഓക്കെ, പുന്നൻ ലൂക്കോസ്. ഈ പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി ഇമ്പോർട്ടന്റ് ആണ്. മലയാളി മെമ്മോറിയലിലും ഇദ്ദേഹം സൈൻ ചെയ്തു അല്ലെ. 10,028 പേർ സൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അതിലൊരാൾ പുന്നൻ ലൂക്കോസ് ആണ്. ഇദ്ദേഹം മലയാളി മെമ്മോറിയലിലും സൈൻ ചെയ്തു, എതിർ മെമ്മോറിയലിലും സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു വ്യക്തി എന്താണ്? കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് പുന്നൻ ലൂക്കോസ്. അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും. മലയാളി മെമ്മോറിയലിലും സൈൻ ചെയ്തു, എതിർ മെമ്മോറിയലിലും സൈൻ ചെയ്ത വ്യക്തിയാണ് പുന്നൻ ലൂക്കോസ്. ഓക്കെ, ഇനി ഈ എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് E രാമയ്യനാണ് എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. രാമനാഥൻ റാവു എന്നും മറ്റു പല പുസ്തകങ്ങളിലും കാണുന്നുണ്ട്. അപ്പൊ നേതൃത്വം കൊടുത്തത് E രാമയ്യൻ അല്ലെങ്കിൽ രാമനാഥൻ റാവു എന്നീ പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ആൻസർ. ഇനി പഠിക്കാനുള്ളത് ഈഴവ മെമ്മോറിയലിനെ കുറിച്ചാണ്. ഈഴവ മെമ്മോറിയൽ എന്ന് പറയുമ്പം ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ക്ലിയർ ആയോ? അതായത് ഈ ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13,176 പേര് ഒപ്പിട്ട ഒരു നിവേദനം ആർക്ക് സമർപ്പിക്കുകയാണ്? ശ്രീമൂലം തിരുനാളിന്. എന്നാണ്? 1896 സെപ്റ്റംബർ 3-ാം തീയതിയാണ് സമർപ്പിച്ചത്. അപ്പൊ ഈ സമയത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നത് ശങ്കര സുബ്ബയ്യായിരുന്നു ഈ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ. അപ്പോൾ എന്തായിരുന്നു ഈ ഈഴവ മെമ്മോറിയലിന്റെ ആവശ്യം എന്ന് പറയുന്നത്? തിരുവിതാംകൂറിൽ ഈഴവർക്ക് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കണം എന്നുള്ളതായിരുന്നു ഈഴവ മെമ്മോറിയലിൽ അവർ ആവശ്യമായിട്ട് ഉന്നയിച്ചിരുന്നത്. തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കണം. ക്ലിയർ ആയോ? ഇനി ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആരാണ്? ഡോക്ടർ പൽപ്പു. ഒന്നുകൂടി നമുക്ക് നോക്കാം. 1896 സെപ്റ്റംബർ 3-ാം തീയതി ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13,176 പേര് ഒപ്പിട്ട
ഒരു മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഈഴവർക്ക് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം വേണം, തിരുവിതാംകൂറിലെ ഈഴവർക്ക് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം വേണം എന്നുള്ള ആവശ്യമായിരുന്നു അവര് ഉന്നയിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നത് ശങ്കര സുബ്ബയ്യ ആയിരുന്നു ദിവാൻ. അപ്പൊ ദിവാൻ എന്ത് ചെയ്തു? ഇത് നിരാകരിച്ചു, ഈഴവ മെമ്മോറിയൽ നിരാകരിച്ചു. അപ്പൊ ആ സമയത്താണ് 1900 ഈ സമയത്താണ് ലോർഡ് കേഴ്സൺ എന്ത് ചെയ്തത്? തിരുവിതാംകൂർ സന്ദർശിക്കുന്നത്. ലോർഡ് കേഴ്സൺ തിരുവിതാംകൂർ സന്ദർശിച്ചു. അപ്പോൾ ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഹർജി അല്ലെങ്കിൽ മറ്റൊരു മെമ്മോറിയൽ ആർക്ക് കൊടുത്തു? ലോർഡ് കേഴ്സണ് സമർപ്പിച്ചു. ഇതിനെയാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ. അപ്പൊ എന്താണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള കാരണം? അപ്പോൾ ഈഴവ മെമ്മോറിയൽ ആദ്യം സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിലായിരുന്നു അല്ലെ. ആ സമയത്തെ ദിവാനായിരുന്ന ശങ്കരൻ സുബ്ബയ്യ അത് നിരാകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ വിഷമിച്ചിരിക്കുന്ന ഡോക്ടർ പൽപുവും സംഘവും 1900 നമ്മുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ എന്ത് ചെയ്തു? തിരുവിതാംകൂർ സന്ദർശിക്കുകയാണ്. അപ്പൊ ലോർഡ് കേഴ്സൺ ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു മെമ്മോറിയൽ സമർപ്പിച്ചു, അല്ലെ മറ്റൊരു ഹർജി സമർപ്പിച്ചു. അതിനെയാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് ലോർഡ് കേഴ്സൺ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ലോർഡ് കേഴ്സന്റെ റിപ്ലൈ എന്തായിരുന്നു? ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ബ്രിട്ടന് താല്പര്യമില്ല എന്ന നിലപാടായിരുന്നു ലോർഡ് കേഴ്സൺ ആ സമയത്ത് സ്വീകരിച്ചത്. ഓക്കെ, അപ്പൊ തിരുവിതാംകൂർ സന്ദർശിച്ച ഏക വൈസ്രോയി ആയിരുന്നു ലോർഡ് കേഴ്സൺ. ഓക്കെ, തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ അല്ലെങ്കിൽ ഏക വൈസ്രോയി ആയിരുന്നു ലോർഡ് കേഴ്സൺ. ആ സമയത്താണ് ഇദ്ദേഹം ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്നൊക്കെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഡോക്ടർ പൽപുവും അദ്ദേഹത്തിന്റെ ആ ഒരു സംഘവും വലിയ കാര്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെമ്മോറിയൽ കൊണ്ട് ആർക്ക് കൊടുക്കുന്നത്? ലോർഡ് കേഴ്സന് സമർപ്പിച്ചത്. പക്ഷെ ലോർഡ് കേഴ്സൺ ഇതിനെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. എന്താണ്? നാട്ടുരാജ്യങ്ങളിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ബ്രിട്ടന് താല്പര്യമില്ല എന്ന നിലപാടായിരുന്നു ലോർഡ് കേഴ്സൺ എടുത്തത്. അപ്പൊ അങ്ങനെ ഇതും പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ ഡോക്ടർ പൽപു പിൻവാങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ പ്രേരണയാൽ ഇദ്ദേഹം വീണ്ടും ഊർജ്ജസ്വലനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും വരികയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയ സമയത്താണ് ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുവിനോട് SNDP സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഡോക്ടർ പൽപു ആണ് SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഡോക്ടർ പൽപുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഈഴവ മഹാസഭ, മലബാർ ഇക്കണോമിക് യൂണിയൻ എന്നിവയൊക്കെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിനൊക്കെ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആണ്. ഈഴവ മഹാസഭ, മലബാർ ഇക്കണോമിക് യൂണിയൻ എന്നൊക്കെ നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപു ആണ്. അതുപോലെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപു ആണ്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപു ആണ്. ആരാണ് ഡോക്ടർ പൽപുവിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്? റിട്ടി ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത്. പിന്നെ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നതും ഡോക്ടർ പൽപു ആണ്. സരോജിനി നായിഡു ആണ് ഇപ്രകാരം ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. തുടർന്നും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 4ഓളം ക്ലാസ്സുകൾ കൊണ്ടാണ് ഈ ഒരു ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് നമ്മൾ LP UP സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയൊക്കെ ഒന്ന് എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ നമ്മുടെ ക്ലാസ്സുകൾ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വിസുകളും ചോദ്യങ്ങൾ പരിചയപ്പെടാനുള്ള അവസരങ്ങളും വീക്ക്ലി എക്സാംസും എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. SCERT സീരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷനാണ് ഇപ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ SCERT ഫിസിക്സിന്റെ സ്റ്റാൻഡേർഡ് 5 to 10 വരെയുള്ള ന്യൂ SCERTയും ഓൾഡ് SCERTയും സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ SCERT സീരീസ് ബയോളജിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ കാണും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.